ഹലോ ഗായ്സ്, വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരു ട്രെയിലർ റിയാക്ഷനാണ് ഇന്ന്. ഓസ്ലർ, ജയറാമിൻ്റെ അടുത്ത മൂവിയായ ഓസ്ലർ മിഥുൻ മാനുവൽ തോമസ് ആണ് നമ്മുടെ ഡയറക്റ്റ് ചെയ്യുന്നത്. അറിയാലോ അല്ലേ, മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രതീക്ഷയോടെ ആൾക്കാർ തിയേറ്ററിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായാലും അടുത്ത ഊഴം ജയറാമിൻ്റെയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയണ്ട, നേരെ ഓസ്ലറിൻ്റെ ട്രെയിലർ റിയാക്ട് ചെയ്തിട്ട് വരാം. 2 മിനിറ്റ് 9 സെക്കൻഡുള്ളൊരു ട്രെയിലറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്ലേ ചെയ്യാണ്. നേരം പോക്ക് പ്രസന്റ്. നിനക്ക് എനിക്കൊരു സ്ഥലം തന്നിട്ടില്ലേ, അവിടെ ഇരുന്നാ പോരെ. പറയിപ്പിക്കണ്ട എന്നെ കൊണ്ടൊന്നും. എന്തിനാണ് സാറേ ഇവനൊക്കെ ഇങ്ങനെ കാശ് ചെലവാക്കി ഫുഡ് വാങ്ങി കൊടുക്കുന്നത്? സാറ് വാങ്ങി തന്ന ഈ ഫുഡ് കഴിക്കുമ്പോൾ എനിക്കെല്ലാം വിഷമമുണ്ട്. പക്ഷെ സാറ് മാസം മാസം കൊണ്ടുവന്നി ഹോട്ടൽ ഫുഡ് മാത്രമേ ഉള്ളൂ എനിക്ക് പുറം ലോകമായുള്ള ബന്ധം. ഞാനും താനുമെല്ലാം ഒരേ തൂവൽ പക്ഷികളാണടൂ. We are dead men walking, broken, cursed, forgotten. തൻ്റെ ഭൂതകാലവുമായി താൻ പൊരുത്തപ്പെട്ടാൽ മാത്രമേ തൻ്റെ ഈ ഉറക്കമില്ലായ്മയിൽ നിന്നും തനിക്കൊരു മോചനമുള്ളൂ. തൻ്റെ ഇൻസോംനിയ ക്രോണിക് ആയിട്ടുണ്ട്. ഇപ്പോൾ താൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ വരെ തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് വൻതോതിൽ രക്തസ്രാവം വന്നുള്ള മരണം. It's a number 11 scalpel, both pointing and piercing. ആൾക്കാരെ നന്നായിട്ട് പേടിപ്പിക്കാറേ. ഒരുമാതിരി പ്രേതങ്ങളുടെ ശബ്ദം പോലെ. Kind of strange, അല്ലേ? Anything can happen to anyone, anytime. ജീവിച്ചു മതിയായ ഒരു മനുഷ്യനെ നമ്മളിനി എന്തു പറഞ്ഞ് ഭയപ്പെടുത്താൻ? അയാളുടെ കണ്ണുകളിലുണ്ടല്ല. I think you deserve to know. ദൈവവും പരദീസയുമല്ല എന്നേ കൈവിട്ടവരാണ് നമ്മൾ. നരകങ്ങളുടെ ആഴക്കയങ്ങൾക്ക് പോലും വേണ്ടാത്തവർ. നമ്മുടെ ശാപമോക്ഷത്തിനായി ഒടുക്കം ചെകുത്താൻ തന്നെ നേരിട്ട് ഇറങ്ങിയാലോ ഓസ്ലർ? അയാളുടെ കയ്യിലുണ്ടെങ്കിലോ ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. January 11th in cinemas. സാധാരണ മിഥുൻ മാനുവൽ തോമസിൻ്റെ മൂവീസിലെ ട്രെയിലർ പോലെ തന്നെയാണ്. 5-ാം പാതിരയ്ക്കൊക്കെ കിട്ടിയ ഒരു എഫക്റ്റ് തന്നെയാണ് ഇതിലും കിട്ടുന്നത്. അപ്പം എന്തായാലും ഒരു ക്രൈം ത്രില്ലറായിരിക്കും. എന്തായാലും ജയറാമിനെ വെച്ചിട്ടുള്ള പരീക്ഷണം. കുഞ്ചാക്കോ ബോബൻ എന്തായാലും ഒരു നല്ലൊരു വേറിട്ട വേഷം ചെയ്തൊരു സിനിമയായിരുന്നു 5-ാം പാതിര. അതിനുശേഷം ഇപ്പോൾ ജയറാം കുറേ പടങ്ങൾ ഫ്ലോപ്പാണ്. അതിന് ശേഷമാണ് ഇപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് ജയറാം തിരിച്ചു വരവ് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ മിഥുൻ മാനുവലിൻ്റെ അടുത്ത ഡയറക്ഷൻ മൂവിയായ ഓസ്ലറിൻ്റെ ട്രെയിലറായിരുന്നു നമ്മൾ റിയാക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ വീണ്ടും വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ ഗൈസ്.